ക്യാൻസർ വന്നാലും നിനക്ക് തൊണ്ടയിൽ ഇനി ക്യാൻസർ, ഒരു രോഗിയുടെ കൂടെ ജീവിച്ച് എനിക്ക് അസുഖം വരുത്തിലേക്ക് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ചെന്ന് ചേട്ടാ എനിക്ക് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് വാങ്ങിച്ചതില്ല. അതിന് പകരം എനിക്ക് തന്നത് അടിയും. അതുവരെ വീട്ടിൻ്റെ ഇതിൽ കെട്ടിവെച്ച് മരത്തിൽ കെട്ടിവെച്ച് ചാണകവെള്ളം ഒഴിച്ചിട്ട് ഡീസൻ്റായിട്ട് വനിതാ സെല്ലുകാരെ വിളിച്ച് എന്നെ വേണ്ട എന്ന് സ്റ്റേഷനിൽ അവരെ സഹോദരങ്ങളെ കൂടെ നിന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോൾ അവർ ഓർക്കണമായിരുന്നു. അവൾ പറഞ്ഞില്ല അയാൾ കഷ്ടപ്പെട്ട് വെച്ച വീടാണ്. ഓപ്പറേഷന് മുമ്പ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ മോനെ ഒരാഴ്ച ഞാൻ ഓപ്പറേഷന് മുമ്പ് ഞാൻ ഈ പറഞ്ഞതുപോലെ അസുഖക്കാരി കിടക്കണ്ടേ, എൻ്റെ മോനെ 2 ദിവസം വണ്ടിയിൽ കൂടെ പോകണമെന്ന് പറഞ്ഞ് ലോറിയിൽ കൂടെ വിട്ടപ്പോഴത്തേക്ക് വൈകിട്ടായപ്പോൾ ഒരു കോൾ വരികയാണ്. അത് ആരന്നേട്ട് സജികുമാറുണ്ടോ എന്നിട്ട് ഞാൻ ചോദിച്ചാൽ ആരന്നേട്ട്. അത് ഞാൻ സജികുമാറിൻ്റെ ഇപ്പോഴത്തെ പുണ്ടാട്ടിയാണ്, അതുപോലെ സജികുമാർ ലോറിയിൽ മോനെയും കൊണ്ട് പോണത് ഞാൻ കണ്ടല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, നീ ആരടി, നീ ഏത് പെണ്ടാട്ടി? ഞാൻ തന്നെ ഇപ്പോഴും സജികുമാറിൻ്റെ ഭാര്യ ഞാൻ തന്നെ. സജി പറ സജി കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് സജി ആലോചിച്ച് പറയും. അവരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലായല്ലോ അവർക്ക്. ഇക്കഴിഞ്ഞ അടുത്ത കാലത്ത് ഒരു 2 ആഴ്ച 1 മാസം വരുമെന്ന് തോന്നുന്നു, എൻ്റെ അമ്മ അവിടെ ജംഗ്ഷനിൽ കടയിൽ സാധനം വാങ്ങാൻ പോയപ്പോഴും പുള്ളിയുടെ ഇളയ സഹോദരൻ വീട്ടിൽ വന്നിട്ട് പോവായിരുന്നു. അമ്മയെ കണ്ടു. അമ്മയോട് ചോദിച്ചു, നിങ്ങളെ മോൻ അവിടെ ഉണ്ടോ? അമ്മ പറഞ്ഞില്ല, എവിടെയെന്ന് അറിഞ്ഞില്ല, വണ്ടിയിൽ പോയതാ. അതവിടെ ഉണ്ടെന്നാണല്ലോ അറിവ്. ഞാൻ അങ്ങോട്ട് വരുമെന്നുണ്ടെങ്കിൽ നിന്നെയും നിൻ്റെ മോനെയും വെട്ടി അവിടെ തന്നെ കുഴിച്ച് മൂടിയിടും. 35 വയസ്സായ ഇദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരിയെ ഒന്നിപ്പിക്കാനാണ്, സഹോദരിക്കൊരു ജീവിതം വേണമെന്ന് കരുതുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ സംസാരിക്കും. ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മ എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇങ്ങനെയാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഞാനത് ബൈക്ക് എടുത്തിട്ട് നേരെ ഇവിടെ വന്നു. ഇവിടെ ഇദ്ദേഹം താമസിക്കുന്ന എൻ്റെ വീടെന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ഞാൻ വീട്ടിൽ കയറിയില്ല, തൊട്ട് കുറച്ച് മാറി അടുത്ത വിളയിൽ അടുത്ത പറമ്പിൽ ബൈക്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഞാൻ ഉറക്കെ പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ കൂടെ പറയണം, വയസ്സായ ആൾക്കാരുടെ അടുത്തല്ല. ഇത്രയും പറഞ്ഞു തീരുന്നില്ല, ഈ ചുടുകല്ലിൻ്റെ മുറി എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടുവന്ന് എൻ്റെ ബൈക്കിൻ്റെ ബാക്കിലത്തെ ടൈൽ ലാമ്പ് 2 ഗ്ലാസ് എല്ലാം അടിച്ച് പൊട്ടിച്ചു. അദ്ദേഹം സിന്ധു. ഞാൻ ഓടിക്കളഞ്ഞു, കാര്യം കൈ കിട്ടണെടുത്ത് വെച്ച് എറി. എന്നിട്ട് അദ്ദേഹം തന്നെ സഹോദരങ്ങളെ വിളിച്ചു പറഞ്ഞു, ഞാൻ വീട്ടിൽ കയറി വന്ന് അവളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് അവരൊരു 3-4 എണ്ണം ഇങ്ങ് വന്നു. എന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് പോയിട്ട് വൈകുന്നേരം എന്നെ വിളിക്കണം, നീ എവിടെ നിൽക്കണം, നീ നിൽക്കുന്ന സ്ഥലം പറ, എന്നെ അവിടെ വന്ന് നിന്നെ ഇന്ന് വെട്ടി റെഡിയാക്കിയിട്ട് ഞങ്ങൾ പോകും. ഞാൻ ചോദിച്ചു, എന്തിന് കാര്യം പറ, അത് നീ എന്തിനു വീട്ടിൽ കയറി അവിടെ അടിച്ചത്? ഞാൻ നിങ്ങൾ കണ്ടോ, നിങ്ങൾ അവിടെ പരിസരത്ത് തിരക്കി നോക്ക്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പോയി അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് അയാളവിടെ വന്ന് മര്യാദയ്ക്ക് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളാണ് ആ പാവത്തിൻ്റെ വണ്ടിയെല്ലാം കൂടെ അടിച്ച് പൊട്ടിച്ച് കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചത്. ഭർത്താവ് എന്നുള്ളൊരു പരിഗണന എനിക്ക് വേണ്ട, 2 പിള്ളേരുടെ അച്ഛനാണെന്നുള്ളൊരു ബഹുമാനവും വേണ്ട, ഒരാണെന്നുള്ളൊരു മര്യാദയെങ്കിലും എനിക്ക് തന്നൂടെ? സംസാരിച്ച കാര്യം പറഞ്ഞു. ഇപ്പൊ എന്തറിയാവോ, നമ്മള് വളരെ സഹതാപപൂർവ്വം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയും അയാൾക്ക് കരഞ്ഞു പറയാൻ അറിയാത്തത് കൊണ്ട് അതെല്ലാം തെറ്റും. സിന്ധു ഇപ്പൊ ഞാൻ ചോദിച്ച കാര്യങ്ങളുടെ കാര്യം മാത്രം പറയുക. അയാള് ആശുപത്രി വന്ന് നിങ്ങളെ കാണാത്തതും അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷനിൽ സഹകരിക്കാത്തതും ഒക്കെ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് തെറ്റെന്ന് തന്നെ ഞങ്ങൾ പറയും. തീർച്ചയായിട്ടും സിന്ധു തന്നെ ആദ്യമേ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് നല്ല ഏർപ്പാടല്ല. അപ്പം ഇനി അങ്ങോട്ട് അയാൾക്ക് ഡൈവേഴ്സ് കൊടുക്കുന്നില്ല, അയാളുടെ സംരക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ സിന്ധുവിൽ കുറേ മാറ്റങ്ങൾ വരണം. അത് സിന്ധു അറിഞ്ഞ് തന്നെ മാറ്റം വരുത്തണം. ഇപ്പം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിന്ധുവിനെ ടെൻഷൻ സഹിക്കാൻ വയ്യാതെ തലയൊക്കെ തടവുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, സിന്ധുവിൻ്റെ അകത്തുള്ള ഒരു അസുഖത്തിൻ്റെ കുഴപ്പമാണ്. ആ മാനസികമായ ഒരു ടെൻഷൻ സഹിക്കാൻ വയ്യാതെ സിന്ധു റെഗുലറായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി അവർക്കുണ്ട്. അത് മാറ്റാനുള്ള ഒരു ഏർപ്പാട് എന്തെങ്കിലും ആരെങ്കിലും വഴി. അതിന് എന്നോട് ഇങ്ങനെ ഇത്രയും സോഫ്റ്റായിട്ടൊന്നും സംസാരിക്കില്ല. അതിന് ക്യാൻസറാണ്, അത് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ഏത് രീതിയിലാണ് അവരെ സഹായിക്കാൻ സാധിക്കുന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളൊരു പെറ്റീഷൻ ഇവിടെ കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കോടതിയും നിങ്ങൾക്ക് ഡൈവോഴ്സ് തരാൻ പോകുന്നില്ല. കാരണം സുഖമില്ലാത്തൊരു സ്ത്രീക്ക് എതിരായിട്ട് ഒരു ഡൈവോഴ്സ് കിട്ടില്ല. പിന്നെ അത് ശരിയുമല്ല. നിങ്ങളൊരു ഏബിൾ ബോഡി പേഴ്സണല്ലേ, നിങ്ങൾ സമ്പാദിക്കണമെന്ന് പറഞ്ഞാൽ ഈ 2 കൊല്ലമായിട്ട് നിങ്ങൾ കുട്ടികളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞ് നടക്കുന്നു. എന്തായാലും അർത്ഥമുള്ളത്? മാത്രമല്ല ഈ 1 വർഷം ആ സ്കൂളില് അവര് ട്രീറ്റ്മെന്റ് ആയിരുന്ന സമയത്ത് ആ കുട്ടികളുടെ സ്കൂളിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യായിരുന്നു. അപ്പം ഒന്നുമില്ലെങ്കിലും നിങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിലും ഈ 2 കുഞ്ഞുങ്ങളുടെ കാര്യവും സ്കൂളിന്റെ കാര്യവും ഞാൻ നോക്കി എന്ന് പറഞ്ഞ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അത് തെളിയിക്കാനുള്ള അതിന് വിടൂല. ആരാ ഇവിടത്തെ? ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മോളെ കുറച്ച് ദിവസം ചേട്ടൻ അധ്യാപകനാണ്,
ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരുന്നു. കാര്യം പുള്ളിക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവരുടെ 2 മക്കളെ കൂടെ സ്കൂളിൽ കാറിൽ കൊണ്ടാക്കുകയും ചെയ്യും. ആ ഒരു നിലപാടിൽ ഞാൻ അവിടെ കുറച്ച് ദിവസം ആക്കിയിരുന്നു എൻ്റെ മോളെ. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം വയലൻ്റായിട്ട് അവിടെ പോയിട്ട് പിന്നെ എൻ്റെ ചേട്ടൻ പിന്നെ മോളെ പീഡിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ പോലും അറിയുന്നില്ല. 5ാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. അപ്പോഴും ഇദ്ദേഹം കൊണ്ടുവന്ന് അണ്ണൻ്റെ അടുത്ത് ആക്കി. അങ്ങനെ ഒരു ദിവസം എൻ്റെ മോൾ അവിടെ വെച്ച് എലി കടിച്ച്. അതൊന്നും എൻ്റെ ചേട്ടൻ അറിയണില്ല. എലി കടിച്ച് ഇവിടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ ഇതുപോലെ എന്നെ എന്തോ കടിച്ച് വലിയച്ഛൻ കൊണ്ട് കഷായമൊക്കെ വാങ്ങിച്ച് തന്നു, പഥ്യമുണ്ട് അമ്മ, ഞാൻ അങ്ങ് വരട്ടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മക്കളൊരു കാര്യം ചെയ്യും, നമ്മൾ കുടിക്കണ പങ്ക് മക്കൾ ഇനി വാ, നിനക്ക് അമ്മ നിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കഷായം കൊണ്ട് ഇനി പോന്നതാണ്. അല്ലാതെ ഞാൻ അവരെ വീട്ടിൽ പോയതും ബഹളം ഉണ്ടാക്കിയൊന്നുമില്ല. അത് ചേട്ടനെ വിളിച്ച് കേട്ടാ പറഞ്ഞു തരും. സജി, ഇതിൻ്റെ ഒരു പരിഹാരത്തിലോട്ടാണ് നമ്മൾ ഇനി വരേണ്ടത്. അവർക്ക് ഇന്നത്തെ അവരുടെ അവസ്ഥ അറിയാം. അവർ നേരത്തെ പോലെ അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ള ടെൻഷനിൽ അവർ സംസാരിക്കുന്നത് അവർ മാറ്റും. ഉറപ്പായിട്ടും അതിന് മാറ്റം വരും. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അതിന് മാറ്റം വരും. ഇനി സജിയെ അപമാനിക്കാനും സജിയുടെ വീട്ടിൽ വന്ന് അപമാനിക്കുക, അമ്മയെ വഴക്ക് പറയുക, അതൊന്നും ഉണ്ടാവില്ല സജി. അതൊന്നും ഉണ്ടാവില്ല. അതൊന്നും ഉണ്ടാവരുത് സിന്ധു, കേട്ടോ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എങ്ങും പോകണ്ട. അങ്ങനെ ആരെയും ചെന്ന് അപമാനിക്കണ്ട. പ്രായമായ സജി പിന്നെ അതിന്റെ കാര്യങ്ങളൊന്ന് നോക്കുമോ സജി? എനിക്ക് അവരുടെ ഡൈവേഴ്സ് ചെയ്തിട്ട് വേറെ പെണ്ണ് കെട്ടാനോ അല്ലെങ്കിൽ വേറെ സുഖം തേടി പോകാനോ അതിനൊന്നും അല്ല. നമുക്ക് ഒരു വീടിനകത്ത് താമസിക്കുമ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പരസ്പര ബഹുമാനവും പിന്നെ ഒരു ഒത്തൊരുമ, എല്ലാത്തിനും ഒരുമിച്ചുള്ളൊരു തീരുമാനം, ഇതൊക്കെ ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകും. അല്ലാതെ വൈകിട്ട് സന്ധ്യ സാരി എടുത്ത് ഇറങ്ങി പോകുന്ന ഭാര്യ എടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നീ എവിടെ പോണേ? അതെൻ്റെ അണ്ണൻ്റെ വീട്ടിൽ പോകണം. അതെന്നാൽ നീ പോകണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയാൽ മതി. ഇല്ല എനിക്കിപ്പോൾ പോകണം, ഞാൻ നിന്നെ കൊന്നിട്ടായാലും ഞാൻ പോവും എന്ന് പറയുന്ന ഒരു ഭാര്യയാണ്. അല്ലെങ്കിൽ ചോദിച്ചിട്ട് പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് അവിടെ പോകണം, പോകണ്ടെന്ന് പറയില്ല സിന്ധു. അത് ആ കാര്യങ്ങൾ സിന്ധു വാക്കാൽ സമ്മതിച്ചെങ്കിൽ മാത്രമേ സജിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ മാഡം, എന്നെ കൊണ്ട് കഴിഞ്ഞ എനിക്ക് ഞാൻ എനിക്ക് ഇനി ബഹളത്തിനോ എനിക്ക് വഴക്കിനോ എനിക്ക് ഒന്നിനും വയ്യ. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളെ നോക്കുമ്പോൾ എനിക്ക് പറ്റണില്ല. എന്ന് വെച്ചാൽ രാവിലെ എനിക്ക് എന്നെ കൊണ്ട് ബുദ്ധിമുട്ട്. എൻ്റെ മോൾ ട്യൂഷന് പോകണതാണ്, 6:30 എൻ്റെ മോൾ ട്യൂഷൻ പോകണം. ഞാൻ ഈ പറഞ്ഞ വയ്യെങ്കിലും ഞാൻ രാവിലെ അയച്ച് അവരെ കാര്യം നോക്കുന്നുണ്ട്. ഇപ്പം ഈ 2 മാസം കൊണ്ട് എൻ്റെ ഭർത്താവ് ട്യൂഷന് കൊണ്ടാക്കി ഫീസും കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വയ്യാഴിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തിയിലും ആ എളിമ നിലനിർത്തുക. പരസഹായം കൂടാതെ നമുക്ക് ജീവിക്കാൻ ഒക്കാത്തത് കൊണ്ട് നമ്മൾ കുറെ കൂടെ ഒരു സാധാരണക്കാരെക്കാളും നമ്മൾ ക്ഷമയോടുകൂടി നിൽക്കും എന്നുള്ളത് ഉറപ്പ് തരണം സിന്ധു. അതാണ് ഞാൻ പറഞ്ഞില്ല പ്രമാണത്തിൽ പേര് ചേർക്കണം. ഞാൻ പറഞ്ഞു കാലെ പിടിച്ച് ഞാൻ പറഞ്ഞു പ്രമാണത്തിൽ പേര് ചേർക്കണമെങ്കിൽ ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ സ്വത്തിന് മോഹിച്ചിട്ടൊന്നുമല്ല. എങ്കിൽ മാഡം പറഞ്ഞതുപോലെ ഞാൻ ഇതിനുമ്പോൾ ഞാൻ ഈ പെരുവഴിയിൽ കിടക്കാതെ വീട്ടിൽ കയറി വെട്ടി കൊല്ലുക എന്തെങ്കിലും ചെയ്യുമായിരുന്നു. അതല്ല വിഷയം. പിന്നെ ഇനിയുള്ള കാലം മുഴുവനും ഞാൻ ഇനി അധ്വാനിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനൊരു ചിലപ്പോൾ ജീവിച്ചിരുന്നാൽ ഈശ്വരൻ ജീവിതം അത്രത്തോളം നീട്ടി തന്നാൽ പിന്നെ ഒരു 50-55 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇതുപോലെ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ എവിടെ പോകും? അല്ല, അപ്പം നിങ്ങൾ കൂടെ താമസിച്ച് നോക്കുമെന്നുള്ള ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പ്രമാണത്തിൽ പേര് ചേർക്കുന്നതിൽ തെറ്റില്ലല്ലോ. അല്ല, എനിക്കത് ആവശ്യമില്ല. ഞാൻ അതേ മനസ്സിൽ കണ്ടുള്ളൂ. വയസ്സുകാലത്ത് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇന്ന് ഇത് ചെയ്തവർ ആ സമയത്ത് എനിക്ക് ഒന്നിനും കൊള്ളാതെ എൻ്റെ ആരോഗ്യമെല്ലാം നശിക്കുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ എനിക്ക് കടകരാന്തി പോയി കിടന്നിട്ട് വഴിയെ പോണവരടുത്ത് ചായ കുടിക്കാൻ 5 രൂപ തരുമെന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയാവും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ പേരിവിടെ വെച്ച് പ്രമാണം മാറ്റി എഴുതാൻ പറ്റും. മാറ്റി എഴുതിയാലും ഞാൻ ആ വീട്ടിൽ വരില്ല. ഇപ്പം അതല്ല പ്രശ്നം. ഇപ്പം കുട്ടികളുടെ ചെലവിൻ്റെ കാര്യം അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ ബോണഫൈഡ് നിങ്ങളുടെ ഉത്തമ വിശ്വാസമല്ലേ? നിങ്ങൾ ഇത്രയും പ്രസംഗിക്കണ്ടല്ലോ. ഒന്ന് പറയൂ, നിങ്ങളുടെ കുട്ടികൾ 2 എണ്ണം ഉണ്ട്, ഇവർക്ക് സൂക്കേടുണ്ട്, ഇവർ സംരക്ഷിക്കണം, ഇവർ സൂക്കേടിന് ചെലവിന് കൊടുക്കണം. ഈ കുട്ടികളുടെ സംരക്ഷണം, അവർ സ്കൂളിൽ പോകാൻ ഒരുപാട് ചെലവുണ്ട്. അത് നിങ്ങളൊരു അച്ഛനെന്ന നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? അതാണ് ഇപ്പം ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇപ്പോൾ സജി ആ വീട്ടിൽ പോയി താമസിക്കുമോ എന്ന് വെച്ചാൽ സജിയുടെ അമ്മയുടെ വീട് അപ്പുറത്തുണ്ട്, സജിക്ക് അവിടെ താമസിക്കാം. പക്ഷെ ഇവിടെ പോയി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക, അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങളെ ഒരു തരത്തിലും ഹറാസി ഇല്ല എന്നുള്ളത് അവരെ കൊണ്ട് ഉറപ്പ്. ആ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അല്ല സജി ഇപ്പോൾ സജി കൊടുത്തിട്ടുള്ള കുടുംബ കോടതി കേസ് അനുവദിച്ചു വിചാരിക്കുക, ഡൈവോഴ്സ് കൊടുത്തു കിട്ടിയാൽ പോലും നിങ്ങൾ അവർ മരിക്കുന്നവരെ നിങ്ങൾ അവർക്ക് ഇത് മെയിൻ്റനൻസ് കൊടുക്കണം. 2 കുട്ടികളും മേജർ ആവുന്നവരെ കൊടുക്കണം. അതിപ്പോഴും കൊടുക്കണുണ്ട്. ഞാൻ അതല്ലേ പറഞ്ഞ സാറേ, 11 കൊല്ലം കൊടുത്തിട്ടും എല്ലായിടത്തും പോയി പറഞ്ഞത് ഞാനൊന്നും. അതിനുശേഷം ഞാൻ ഇപ്പം ഒരു 2 മാസം കൊണ്ട് ഞാൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് എൻ്റെ മോളെ പേരിൽ ഞാനിപ്പോൾ ഒരു ചെക്ക് കൊടുക്കും.
കൊടുത്തോണ്ടിരിക്കണ്ടോ? ചെക്ക് കൊടുക്കും. എന്നിട്ട് അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ 1500 ഒരു കാര്യം നമുക്ക് വ്യവസ്ഥയാക്കാം. 1500 രൂപ ഞാൻ ചെക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡ്രസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അപ്പോൾ വിളിച്ചിട്ട് പറയണം, ഞാൻ വാങ്ങിത്തരാം. കൂടുതൽ പൈസ കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം കൊടുത്താൽ പിറ്റേന്ന് ബാഗ് കൊണ്ടിറങ്ങും. ഇപ്പം നിങ്ങൾ 1500 രൂപ കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞേ? ആ, ആർക്ക്? മോക്ക് ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. മോൾക്ക് കിട്ടുന്നുണ്ട് അത്? ആ, പിന്നെ ഞാൻ മാറിയതേ ഉള്ളൂ. എൻ്റെ ചെക്ക് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? ആ സാർ, കഴിഞ്ഞ പ്രാവശ്യം ഒരു 1000 രൂപ. മാഡം സാറൊന്ന് ആലോചിക്കണം, 2 കുട്ടികളാണ്, 1000 രൂപ. അതിൽ 650 രൂപ യൂണിഫോം വാങ്ങിച്ച് 350 രൂപ ഇന്ന് കഴിഞ്ഞ മാസം 16-ാം തീയതി തന്നു. അതിനുശേഷം പൈസ തന്നത് മിനിങ്ങാണ്. ഞാൻ കൊണ്ടുപോയി മാറി 1500 രൂപ. അത് തന്നിട്ട് പറയണം മോക്ക് ട്യൂഷന് 350 രൂപ അതിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ദിവസം എത്ര രൂപ ചിലവ്, എത്ര രൂപ ഉണ്ട്, എത്ര രൂപ ഇതായി മാഡം? 1500. അതിപ്പോ സജി എടുത്ത് ചോദിച്ചത് തീരുമാനമാക്കാം. അതെ. സജി അത് മതിയൊന്നും തോന്നുന്നുണ്ടോ സജിക്ക്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അതിന്റെ യൂണിഫോം, പുസ്തകങ്ങൾ, അതിന്റെ സ്കൂളിലെ കാര്യങ്ങൾ എല്ലാം നേരിട്ട് സജി ചെയ്തോളാം നേക്കുക. അത് ഇല്ല, എനിക്കറിയാം. ഇന്നത്തെ കാലത്ത് ഒരു 5 ദിവസം പോലും 1500 വെച്ച് നേരെ ഭക്ഷണം കഴിക്കാൻ തികയില്ല. പക്ഷെ ഇത് അദ്ദേഹം നേരത്തെ അറിയണമായിരുന്നു. ഭർത്താവ് നമ്മളെ കൂടെ വേണം, നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനും നല്ല ഭക്ഷണം കൊടുക്കാനും നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കാനും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാവണം എന്ന് ചിന്തിക്കേണ്ട അദ്ദേഹം ചെയ്തത് സഹോദരങ്ങളെ കൂടെ നിന്നിട്ട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. സജി അന്നത്തതൊക്കെ വിട് സജി. മനുഷ്യർക്ക് എന്തെല്ലാം തെറ്റുകൾ ഈ ലോകത്ത് സംഭവിക്കുന്നു. നമ്മള് സ്വന്തം ആവശ്യങ്ങളും അവകാശങ്ങളും പറയണതല്ലാതെ ഈ 2.5 വർഷം കൊണ്ട് ഞാൻ എവിടെയാണ് കിടക്കണമെന്ന് ഇന്നുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ കിടക്കണ ലോറിക്കകത്ത് ഒരു പലക അടിച്ച ബെഞ്ചിലാണ് കിടക്കണത്. കിടന്ന് എൻ്റെ നട്ടല് വേദന തുടങ്ങി. അതിന്നേ അവർ ചോദിച്ചിട്ടില്ല. സജി, നമ്മൾ പഴയത് വിട്ടേക്കാം. പഴയത് നമുക്ക് മറക്കാൻ ബുദ്ധിമുട്ടാണ്, അറിയാം. നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊന്നും പെട്ടെന്ന് നിങ്ങളങ്ങ് മറന്നേക്ക്, സ്വിച്ച് ഇട്ടതുപോലെ അടക്കം അങ്ങ് ഓഫാക്കുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഒന്നുകൂടെ ഒരു ശ്രമവും കൂടെ നടത്തി നോക്ക്. ഒരു 6 മാസം നോക്കി, 6 മാസത്തിനും പിന്നെ അവർ ഹറാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്ന് സജിയുടെ ഇഷ്ടത്തിനുള്ള തീരുമാനം എടുത്തോ. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി അവരോട് എന്നെ ഇപ്പോൾ ലോക്കപ്പിലേക്ക് കൊണ്ടിട്ട് അണ്ടർവെയറിൽ നിർത്തി ഇടിക്കുമ്പോഴത്തേക്കും വെളിയിലിരുന്ന് ചിരിച്ചിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോയി FIR ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ FIR ഒപ്പിട്ട് കൊടുത്തു. പിറ്റേന്ന് കോടതിയിൽ 2 മണിയാകുമ്പോൾ കൊണ്ടുപോയി ഞാനും എൻ്റെ മോനും കൂടെ പോയി. അവിടെ വെച്ച് സംസാരിച്ച് ചേട്ടനും ചേട്ടത്തിയും കൂടെ വന്ന് ജാമ്യത്തിലെടുത്ത് അദ്ദേഹത്തിന് വക്കീലുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് നിങ്ങൾ എന്തിനു വന്നെന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ജാമ്യത്തിൽ ഇറക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. തിരിച്ച് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും സിന്ധു, എന്തെങ്കിലും നമുക്ക് സംസാരിച്ച് ഒത്തുതീർത്ത് പോവാം. അതുകൊണ്ട് സിന്ധു കോടതിക്കകത്ത് കയറി ജഡ്ജിയുടെ അടുത്ത് പറയണം ഞാൻ അദ്ദേഹം എൻ്റെ ഭർത്താവാണെന്ന് പറയുമെന്നിട്ട് ഞാൻ വന്നു പറഞ്ഞു. ഞാൻ കയറി കോടതി കയറി കോടതിനകത്ത് കയറി അവർ ചോദിച്ചു ഭർത്താവാണെന്ന് പറഞ്ഞ് കേസ് അവിടെ വെച്ച് പിൻവലിച്ച് ഞാൻ വിട്ടു. എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം എന്തെങ്കിലും സംസാരിച്ച് ഒത്തുതീർത്ത് വരാമെന്നുള്ള ഇതിൽ ഇദ്ദേഹം പറഞ്ഞത് കൊണ്ട് ആ കേസ് ഞാൻ പിൻവലിച്ച് വിട്ടു. KSRTCയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യേണ്ട ഞാനാണ്. ജോലിക്ക് പേപ്പർ വന്നപ്പോൾ ഞാൻ കരഞ്ഞ് കാല് പിടിക്കും പോലെ ചോദിച്ചു. സർട്ടിഫിക്കറ്റ് ഒന്നും തന്നില്ല. പറഞ്ഞാൽ അവന് ജോലി വേണ്ട, ഞാൻ അവിടുന്ന് പോയപ്പോൾ ഞാൻ ഒന്നും എടുത്തോണ്ട് പോയില്ല. എന്തോ എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്നെയാണ് മേശയ്ക്കകത്ത് കൂട്ടി. ഞാൻ കണ്ടില്ല, ഞാൻ എടുത്തൂല. അപ്പോൾ എൻ്റെ ജീവിതം വരെ തകർത്തു. നമുക്ക് 2 കുട്ടികളുടെ കാര്യം നമുക്ക് മുൻഗണന കൊടുത്തിട്ട് കുട്ടികളുടെ കാര്യം നോക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുട്ടികൾക്ക് ചിലവിന് കൊടുക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം. ഞാൻ എന്നും നിങ്ങളെ ചീത്ത മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഇന്ന് മുതൽ മാറ്റം വരും. അവരൊക്കെ കാര്യം മനസ്സിലാക്കി. കഴിഞ്ഞ ആഴ്ച എൻ്റെ മോനെ യാദൃശ്ചികമായിട്ട് ഞാൻ ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. ഓണത്തിന് ഞാൻ ഈ അടി കൊണ്ട് മരുന്ന് കുടിച്ചുകൊണ്ട് കിടക്കുന്ന ആ സമയത്ത് എൻ്റെ മോൻ വന്നിരുന്ന കരയാണ്, എനിക്ക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ജംഗ്ഷനിൽ നിന്നപ്പോഴത്തേക്കും യാദൃശ്ചികമായിട്ട് വൈകുന്നേരം സന്ധ്യയ്ക്ക് ഒരു 6:30 മണി ഒരു വണ്ടിയുടെ കൂടെ ഇവ മത്സരം വെച്ച് ചവിട്ടിക്കൊണ്ട് വരിക സൈക്കിൾ. യാദൃശ്ചികമായിട്ട് എൻ്റെ മുമ്പ് വന്ന് പെട്ട്. ഞാൻ എവിടെ പോയാൽ അത് ഞാൻ അവിടെ പിന്നെ ഇദ്ദേഹം എന്തോ വാങ്ങാൻ പറഞ്ഞു വിട്ടതാണ്. സൈക്കിൾ കൊടുത്തു ഇത്തിരി ദൂരം. ഒരു കാര്യം ചെയ്യും, സൈക്കിൾ കൊണ്ട് നേരെ അച്ചാമ്മയുടെ വീട്ടിൽ പൂട്ടി വയ്ക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മയുടെ വീട്ടിൽ നേരെ പൂട്ടി വയ്ക്കാൻ പറഞ്ഞു. പൂട്ടി വെച്ചിട്ട് ഞാൻ ബൈക്കിൽ കൊണ്ട് വീട്ടിൽ കയറി പോണ വഴിയിലൂടെ കൊണ്ടാക്കിയിട്ട് പോകാൻ പറഞ്ഞു. പൂട്ടി വയ്ക്കാൻ പറഞ്ഞുവെങ്കിൽ ഞാൻ പിറ്റേന്ന് പറയുമ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ. അതാണ് എൻ്റെ സ്വഭാവം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇവൻ വീട്ടിൽ ചെന്നത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഫോൺ കോൾ എനിക്ക് പറഞ്ഞു. ദൈവം വിളിക്കുക, നീ എന്തിന് ചെറുക്കൻ്റെ സൈക്കിൾ വാങ്ങിച്ചു വെച്ചത്? നിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ മോന് കൊടുക്കാൻ വേണ്ടിയോ? ഇതാണ് മര്യാദ. അല്ലെങ്കിൽ ചോദിക്കണ്ടേ എന്തിനാണ് വാങ്ങിച്ചു വെച്ചത്? അവൻ്റെ കൂടെ ചോദിക്കണം. അവരെ വിവരക്കേടാണ് സജി, അങ്ങനെയുള്ള സംസാരമാണ് അവരുടെ വിവരക്കേടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കൊച്ചിന് പറഞ്ഞു കൊടുക്കണം, നിന്നെ എന്തോരം അങ്ങനെ കണ്ടോണ്ടാണ് അപ്പം സൈക്കിൾ വാങ്ങി വച്ചത്. അത് പറയേണ്ട ഒരു മര്യാദ ഇല്ല. കൊച്ചിൻ്റെ മുമ്പ് വെച്ചാൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത് ഈ കുട്ടിക്ക് എത്ര ബഹുമാനം ഉണ്ടാവും നാളെ.
പെട്ടെന്നുള്ള ടെൻഷൻ വരുമ്പോൾ എന്ത് സംസാരിക്കുന്നെന്ന് അറിഞ്ഞുകൂടാതെ സംസാരിക്കുന്നതാണ് അത് സമ്മതിക്കുന്നവര്. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കേട്ടില്ലേ, ആ ഒരു ടെൻഷൻ കയറുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും ഞാനും മാനസികമായിട്ട് തകർന്നു. പക്ഷേ എനിക്ക് വിഷമടിക്കാൻ പേടിയാണ്. എന്നെ പിന്നെ ഗുണ്ടകളോട്ട് വെട്ടിക്കൊല്ലും, കോടതിയിൽ വഞ്ചിയൂർ കോടതിയിൽ കേസിന് വന്നു, അവിടെ ഇട്ട് എന്നെ വെട്ടും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മരിക്കാൻ പറ്റത്തില്ല, സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യില്ല, നീ കൊന്നോ. ശരി സജി, അത് വേണ്ട. ഇപ്പം പറ സജി, ഇപ്പം ആ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കാനും ഇതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം തൊട്ടടുത്ത് അമ്മയുടെ വീടുണ്ടല്ലോ സജി, അവിടെ താമസിച്ചുകൊണ്ടായാലും കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ഒരു നേരിട്ടുള്ളൊരു കുഞ്ഞുങ്ങളുടെ പേരിലൊരു നോട്ടവും നിങ്ങളവിടെ സംരക്ഷിക്കാനുണ്ടെന്ന് മറ്റുള്ളവർക്കൊരു തോന്നുന്നു. കുഞ്ഞ് ഈ പറയും പോലെ ഒന്നും അല്ല, കുഞ്ഞുങ്ങളെ വിടും, അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കിവിടെ ഉറപ്പ് വരുത്താം കേട്ടോ സജി. അങ്ങനെ ആവട്ടെ, നമുക്ക് തീർക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഞാൻ ഇനി ആ വീട്ടിൽ പോകുന്ന കാര്യം എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ അമ്മയുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ നേരിട്ടുള്ള നിങ്ങളുടെ നോട്ടം ഉണ്ടാവണം. ഇതിൽ സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ഇത്രയും സംസാരിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഒരു കൊച്ചു കാര്യം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് ആരുടെ ജീവിതത്തിനിടയിലായാലും മറ്റുള്ളവരുടെ അമിതമായ ഇടപെടൽ അതാണ് കൂടുതലാവുന്നിടത്ത് ആ കുടുംബം മുമ്പോട്ട് പോകില്ല. ഈ ബന്ധുക്കളുടെ ഇടപെടൽ അതാണ്, അത് അവസാനിപ്പിക്കുക. ഇവിടെ നമുക്കിടയിൽ നമ്മുടെ ഒരു തീരുമാനം ആലോചിച്ച് ചെയ്യുന്നതിനേക്കാൾ അവരുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് അവര് പറയുന്ന രീതിയിൽ കുടുംബം ഇനി മാറും സജി. ആ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം മുഴുവൻ അയാളെ ഏൽപ്പിക്കുക. അയാൾ നോക്കിക്കോളും, അയാൾ വളർത്തട്ടെ, അയാളുടെ ഇഷ്ടത്തിന് അയാൾ വളർത്തട്ടെ. നിങ്ങൾ അതിനകത്ത് ഒരു പാർട്ട് സന്തോഷമായിട്ട് അത് നോക്കിക്കാണുക. പിള്ളേർ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അച്ഛനാണോ നോക്കേണ്ടത്, അച്ഛൻ്റെ ഉത്തരവാദിത്തം. അമ്മയുടെ അടുത്ത് പറയണ്ട, അമ്മയ്ക്ക് വയ്യ. കുട്ടിയുണ്ട്, അയാൾ കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞല്ലോ 1500 രൂപയും എനിക്ക് വേണ്ട, അദ്ദേഹം കൊണ്ടുതന്ന ആഹാരം അവർ കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് കുഴപ്പം, ഞാൻ എഴുതി തരാം. എനിക്ക് പറ്റില്ല, എനിക്ക് വയ്യ വേണം സത്യം. ഈ 1500 രൂപയും തന്നിട്ട് എനിക്ക് ഈ പറഞ്ഞത് ഞാൻ ആഹാരം കഴിക്കുമെന്നും പറഞ്ഞാണ് ഇത്ര ദിവസം ഒന്നും തരാതിരുന്നത്. അദ്ദേഹം ജോലിയുടെ പൈസ ഞാൻ കഴിക്കരുതെന്ന്. അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാൻ 1500 രൂപ എനിക്ക് വേണ്ട. ഞാൻ തൊഴുത് പറയാം, ഞാൻ എഴുതി തരാം. 2 മക്കളെ അദ്ദേഹം കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് വേണ്ട. എനിക്ക് നോക്കണമെങ്കിൽ ഞാൻ സ്കൂളിൽ പോയെങ്കിലും കണ്ടോളാം എൻ്റെ മക്കൾ. ഇത്രയും എനിക്ക് ചെയ്തു തരണം സാറേ, എനിക്ക് വയ്യ സത്യം. എന്താ പറയുന്നത് സജി? 2 കുട്ടികളെയും കൊണ്ടുപോയിക്കോട്ടെ. അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചത്. 78 വയസ്സുള്ള സ്ത്രീയാ. അവര് നോക്കി, അവര് 10-15 ദിവസം അവര് നോക്കും, വേറെ കുഴപ്പമൊന്നുമില്ല മേഡം. അവര് നല്ലൊരു സ്ത്രീ, അവര് മക്കളെയൊക്കെ നോക്കുന്ന ഒരു സ്ത്രീ തന്നെ. എന്റെ വീട്ടിന്റെ അടുത്ത് കുറച്ച് ദൂരേ ഉള്ളൂ സാറേ വീട്. അമ്മയും ഇദ്ദേഹം താമസിക്കുന്ന വീട് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ച് ദൂരം അപ്പുറത്താണ് സ്കൂൾ. രണ്ടുപേരോടും മണിക്കൂറുകളോളം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സജി ഒരു അച്ഛനെന്നുള്ള നിലയ്ക്ക് ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സിന്ധുവിൻ്റെ തീരുമാനങ്ങളിൽ പല പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും അത് ഇപ്പം ഈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന തീർപ്പ് തീർച്ചയായിട്ടും അവർക്ക് സ്വീകാര്യമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ആ തീർപ്പ് വായിക്കാം. ഹർജിക്കാരൻ്റെയും എതിർകക്ഷിയുടെയും 2 കുട്ടികളുടെ എല്ലാ ചിലവുകളും ഹർജിക്കാരൻ വഹിക്കുന്നതാണ്. ഭക്ഷണ ആവശ്യത്തിലേക്ക് 1500 രൂപ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ തുടർന്നും ഹർജിക്കാരൻ ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണ്. കുടുംബ കോടതിയിലെ വിവാഹമോചന ഹർജിക്കാരന് ഇഷ്ടമുണ്ടെങ്കിൽ തുടർന്ന് നടത്താവുന്നതാണ്. ഇവിടെ പരാതി തന്നിരുന്നത് സജിയാണ്. പൂവാറ് നിന്ന് വന്ന സജി 2 കുഞ്ഞുങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും സുഖമില്ലാത്ത തൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്നാൽ അതിൽ സുരക്ഷിതരല്ല, ആ കുഞ്ഞുങ്ങളുടെ സുരക്ഷ എനിക്ക് വീണ്ടെടുത്ത് തരണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. ഇവിടെ വന്ന് കുറേ ചർച്ചകൾ കഴിഞ്ഞു. പല പല കാര്യങ്ങളും പഴയ കാര്യങ്ങളും ഒക്കെ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ അവർ ആ കുട്ടികളെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ പക്ഷേ സജിക്ക് കൊണ്ടുപോകാൻ സ്ഥലമില്ല. സജി എന്നാൽ ഈ സ്ത്രീയുമായിട്ട് വന്നൊരുമിച്ച് താമസിക്കാനും തയ്യാറല്ല. അവർ ഇനിയും എന്നെ വീണ്ടും മാനസിക പീഡനം നടത്തും എന്ന് അദ്ദേഹം വാദിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ ശ്രമങ്ങൾക്കൊടുവിൽ ആ കുഞ്ഞുങ്ങളുടെ ചെലവും വിദ്യാഭ്യാസ ചെലവും മറ്റു കാര്യങ്ങൾക്കും ഒരു പോംവഴി കണ്ടെത്താൻ കഴിഞ്ഞു. ഈഗോ വിട്ടിട്ട് ഈ അച്ഛനും അമ്മയും എപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ നന്മയിൽ മാത്രം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ അങ്ങേറ്റം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സജിയുടെ അമ്മ, സിന്ധുവിൻ്റെ വീട്ടുകാരാവട്ടെ, നിങ്ങളുടെയൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും ആ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളൊരു നോട്ടം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഭാവിയിൽ അവരുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ആ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി 2 പേരും ഒരുമിച്ച് താമസിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യാശയാണല്ലോ എല്ലാം. വീണ്ടും കാണാൻ ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.